മരിച്ചതിന് ശേഷം തന്റെ കൊലപാതകയെ പോലീസിന് കാണിച്ചു കൊടുത്ത സ്ത്രീയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫിലിപ്പീൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി കിട്ടി വന്നായിരുന്നു തെരേസിറ്റ ബാസ. എന്നാൽ 1977 അവളുടെ അപ്പാർട്ട്മെന്റിൽ കുത്തേറ്റ് മരിച്ച രീതിയിൽ അവളെ കണ്ടെത്തി. പക്ഷെ ആ അപ്പാർട്ട്മെന്റ് കത്തി നശിച്ച നിലയായതുകൊണ്ട് പോലീസിന് യാതൊരു തെളിവും അവളത് കിട്ടിയില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിന് ഒരു കോൾ വരികയാണ്. ആ കോൾ ചെയ്തത് തെരേസിറ്റയുടെ കോവർക്കറായിട്ടുള്ള റെമി എന്ന സ്ത്രീയായിരുന്നു. അങ്ങനെ പോലീസ് അവിടെ എത്തിയപ്പോൾ റെമി പറഞ്ഞത് തന്റെ സ്വപ്നങ്ങളിൽ തെരേസിറ്റ അവളോട് സംസാരിക്കാറുണ്ട് എന്നായിരുന്നു. അവൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എന്നെ സഹായിക്കൂ, എന്നെ കൊന്ന മനുഷ്യൻ ഇപ്പോഴും സ്വതന്ത്രനാണ്. ഞാൻ തെരേസിറ്റ ബസ ആണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ടും പോലീസ് വിശ്വസിക്കാൻ തയ്യാറായില്ല. കുറച്ചു നേരത്തിന് ശേഷം റെമി വേറൊരു പേര് പറയുകയാണ്. അലൻ ഷിവറി എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. അന്ന് കത്തി വെച്ച തെരേസിറ്റയുടെ അപ്പാർട്ട്മെന്റിൽ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ 2 ടിക്കറ്റ് ഫോർ AS എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി ആ AS എന്നത് അലൻ ഷോവയാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. ഈ അലൻ ഷോവ എന്ന ആള് തെരേസിറ്റയുടെ ഒപ്പം മറച്ച് ചെയ്ത ഒരാളായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷോവറി കുറ്റമേറ്റ് പറയുകയാണ്. അവരുടെ സ്വർണത്തിന് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു സംഭവം അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരു കേസായി നിലകൊള്ളുകയാണ്. സോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.